അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോ ദിവസവും മുടങ്ങാതെ ഈ ക്ലാസ്സുകൾ കേട്ടു അറിവുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൻ ആയിഷത്ത റളിയല്ലാഹു തആല അന്നഹ ഖാലത്ത് അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നുൻസിലന്നാസ മനാസിലഹും. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ജനങ്ങളോട് അവരുടെ പദവികളെ പരിഗണിച്ച് ഞങ്ങൾ ഇടപെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു. ജനങ്ങളോട് അവരുടെ പദവികളെ പരിഗണിച്ച് ഞങ്ങൾ ഇടപെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു. ഒരാളുടെ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കി അദ്ദേഹത്തോട് പെരുമാറണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ കഅബത്തി ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു മാ അത്തിയബികി വ അത്തിയബ റീഹകി വ അഅലമ ഹുറുമതികി വൽ മുഅ്മിനു അഅലമു ഹുറുമതൻ മിൻക ഇന്നല്ലാഹ തആല ജഅലകി ഹറാമൻ വഹറമ മിനൽ മുഅ്മിനി മാലഹു വദമുഹു വഇറുഹു വഅന്നളുന്ന ബിഹി ലന്നൻ സയ്യിഅൻ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ നേരെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ കഅബ, നീ എത്രയോ പരിശുദ്ധമാണ്, നിന്റെ പരിമളം എത്രയോ സുഗന്ധമേറിയതാണ്, നീ എത്ര ബഹുമാനിക്കപ്പെടുന്നതാണ്. എന്നാൽ ഒരു മുഅ്മിനിന്റെ അന്തസ്സും മഹത്വവും നിന്നെക്കാൾ കൂടുതലാണ്. അള്ളാഹു നിന്നെ ബഹുമാനിക്കപ്പെടേണ്ടതാക്കിയിരിക്കുന്നു. അപ്രകാരം മുഅ്മിനിന്റെ ധനം, രക്തം, അഭിമാനം ഇവയെല്ലാം ബഹുമാനിക്കപ്പെടേണ്ടതാക്കിയിരിക്കുന്നു. ഈ ബഹുമാനം കാരണമായി മുഅ്മിനിനെ സംബന്ധിച്ച് മോശമായ എന്തെങ്കിലും ധാരണ ഞങ്ങൾ വെക്കുന്നതിനെയും ഹറാമാക്കിയിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ കഅബാലയത്തെ നോക്കിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് ഒരുപാട് സ്ഥാനവും മഹത്വവും പവിത്രതയുമുണ്ട്. അള്ളാഹു നിന്നെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ ഈ ബഹുമാനമെല്ലാം നിർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ ധനവും രക്തവും അഭിമാനവും ഇവയെല്ലാം ഇതിനേക്കാളും മഹത്വമേറിയതാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ. വലിയ മഹത്വമുള്ളതാ ഒരു മുഅ്മിനിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക. അത് വലിയ പാപമായിട്ട് ആണ് എണ്ണപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് മോശമായ എന്തൊരു ധാരണയും, ഒരാളെക്കുറിച്ച് മോശമായ ഒരു ധാരണയും മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കില്ലായിരുന്നു. കാരണം അവൻ്റെ അഭിമാനം അത് അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ സ്ഥാനമുള്ളതാ. അത് കളങ്കപ്പെടുത്തൽ ഹറാമാണ്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക, മോശക്കാരനാക്കുക, നാണം കെടുത്തുക, ഇതെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ തെറ്റായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. എന്തെങ്കിലും തെറ്റുകൾ ചെയ്തതിൻ്റെ പേരിൽ നാണം കെടുത്തുന്നവരുണ്ട്. പാവപ്പെട്ടവനായി പോയതിൻ്റെ പേരിൽ, സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവരെ ഒരു താഴ്ന്ന അവസ്ഥയിൽ കാണുന്നവരുണ്ട്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യദ്ഖുലുൽ ഫുഖറാഉൽ മുസ്ലിമീനൽ ജന്നത ഖബല അഗ്നിയാഇഹിം ബി40 ഹരീഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സാധുക്കളായ
പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങൾ പണക്കാരായ മുസ്ലിമീങ്ങളെക്കാൾ 40 വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പാവപ്പെട്ടവരെ കാണുമ്പോൾ പണക്കാർക്ക് പുച്ഛമാണ്. അവരെ വളരെ മോശമായ രീതിയിൽ അവരെ ഒരു കളിയാക്കുന്ന രീതിയിൽ പെരുമാറുന്നവരുണ്ട്, ആട്ടി ഓടിക്കുന്നവരുണ്ട്, അവരെ ഒരു കാര്യത്തിനും അടുപ്പിക്കാത്തവരുണ്ട്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പണക്കാരായ മുസ്ലിമീങ്ങളെക്കാൾ 40 വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പാവപ്പെട്ടവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുൽ ഫുഖറാഉൽ ജന്നത ഖബല അഗ്നിയാഇ ബി500 ആമിൻ നിസ്ഫു യൗമിൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സാധുക്കൾ പണക്കാരെക്കാൾ അര ദിവസം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ അര ദിവസത്തിന്റെ അളവ് 100 വർഷമാണ് അവിടുത്തെ അര ദിവസം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പാവപ്പെട്ടവരൊരിക്കലും പ്രയാസപ്പെടേണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അവൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുമാ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തജ്തമിഊന യൗമൽ ഖിയാമത്തി ഫയഖൂലു ഐന ഫുഖറാഉ ഹാദിഹിൽ ഉമ്മത്തി വൽ മസാകീനുഹാ ഖാല ഫയഖൂമൂന فيقال لهم ماذا عملتم فيقولون ربنا ابتليتنا فصبرنا وآتيت الأموال والسلطان غيرنا. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ വിളിച്ചു ചോദിക്കപ്പെടും, ഈ ഉമ്മത്തിലെ നിർധന്നരും സാധുക്കളും എവിടെ, പാവപ്പെട്ടവരൊക്കെ എവിടെ? ഈ വിളി കേട്ട് അവർ എഴുന്നേൽക്കുന്നതാണ്. അവരോട് ചോദിക്കപ്പെടും, നിങ്ങൾ എന്ത് അമലുകളാണ് ചെയ്തിരിക്കുന്നത്? അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവ്, നീ ഞങ്ങളെ പരീക്ഷിച്ചു, ഞങ്ങൾ ക്ഷമിച്ചു, നീ സമ്പത്തും അധികാരങ്ങളും ഞങ്ങളല്ലാത്തവർക്ക് നൽകി. അള്ളാഹു പറയും, നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അങ്ങനെ അവർ മറ്റു ജനങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അവർ വിചാരണയുടെ കാഠിന്യത അവർക്ക് അറിയേണ്ടി വരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വയബ്ഖാ ശിദ്ദത്തുൽ ഹിസാബി അലാ ദബിൽ അംവാലി വസ്സുൽത്താൻ. പണക്കാരുടെയും അതുപോലെ തന്നെ അധികാരികളുടെയും മേൽ കഠിന വിചാരണ ഉണ്ടാകുമെന്ന് ശേഷിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു ചോദിക്കും, പാവപ്പെട്ടവരും മിസ്കീനുകളൊക്കെ എവിടെ? പാവപ്പെട്ടവരൊക്കെ എവിടെ? അവർ എഴുന്നേൽക്കാൻ പറയും. അവർ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു ചോദിക്കും, നിങ്ങൾ എന്തേ ചെയ്തത്? അവിടുന്ന് പറയുന്നു, പടച്ചവനെ, നീ ഞങ്ങളുടെ മുന്നിൽ പണക്കാരെയും സമ്പന്നന്മാരെയും അധികാരികളെയും തന്നു, പക്ഷേ ഞങ്ങൾക്ക് ദാരിദ്ര്യവും ഞങ്ങൾക്ക് സമ്പത്തുമില്ലായിരുന്നു, എന്നിട്ട് ഞങ്ങൾ ക്ഷമിച്ചു പടച്ചവനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാവപ്പെട്ട് ക്ഷമിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചവർ, അള്ളാഹുവിന്റെ തീരുമാനത്തെ അംഗീകരിച്ചവർ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശനം കൊടുക്കും. പണക്കാരെക്കാൾ മുമ്പേ, അധികാരികളെക്കാൾ മുമ്പേ അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകും. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവർക്ക് ഹിസാബിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഹിസാബ്, കഠിനമായ ഹിസാബ് പണക്കാർ അള്ളാഹുവിന്റെ മുന്നിൽ നേരിടേണ്ടി വരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കേണ്ടത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പറഞ്ഞു, ആളും തരവും നോക്കിയിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരാളോട് പെരുമാറാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അധികാരികൾ, പണ്ഡിതന്മാർ അങ്ങനെയുള്ളവരോട് പെരുമാറുമ്പോൾ അവരവരുടെ സ്ഥാനമാനങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ പെരുമാറുക. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം വലിയ സ്ഥാനവും മഹത്വവും പവിത്രതയുമുള്ളതാ. അതിനേക്കാളും മഹത്വമാണ് ഒരു മുസ്ലിമിന്റെ ഇസ്സത്ത്, ഒരു മുസ്ലിമിന്റെ അഭിമാനം. ആ അഭിമാനത്തിന് ഒരിക്കലും ക്ഷതം വരുത്താൻ പാടില്ല. ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലും ഹറാമാണ്, അത് തെറ്റാണെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരാളെ പണമില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരാളെ താഴ്ത്തി കാണുക, അദ്ദേഹത്തെ അവഹേളിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പണക്കാരൻ സ്വർഗത്തിൽ കടക്കുന്നതിന് വർഷങ്ങളോളം 500 വർഷം മുമ്പ് പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടക്കും. പാവപ്പെട്ടവന് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പ്രത്യേക പരിഗണനയുണ്ട്. ആ മനുഷ്യൻ നാളെ കഠിന വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്ക് തന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒരാളുടെയും മനസ്സിന് വേദനയുണ്ടാക്കുന്ന, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം എൻ്റെയോ നിങ്ങളുടെയോ ഭാഗത്ത് നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഇനിയുള്ള കാലം സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് മംഗലാപുരത്തുള്ള ദുബൈയിൽ കഴിയുന്ന ഇസ്മായിൽ എന്ന സഹോദരൻ തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു ആ സാറ എന്ന് പറയുന്ന പൊന്നുമോൾക്ക് ആഫിയത്തും ദീർഘായുസും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേരങ്ങനെ ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറന്നു പോകാതെ ദുആ ചെയ്യണേ എന്ന വസിയ്യത്തോടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.